നമസ്കാരം, എല്ലാവർക്കും ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1ൻ്റെ മൊഡ്യൂൾ 3ൽ പാർട്ട് 1 ആണ് പഠിച്ചത്. ഇന്ന് മൊഡ്യൂൾ 3ലെ തന്നെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. പുതിയൊരു ഹൈവേ മെറ്റീരിയൽ അഗ്രിഗേറ്റ്. നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ സോയിൽസ് അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഒരു പേയ്മെൻറ്റ് മെറ്റീരിയലിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്തവണ നമുക്ക് അഗ്രിഗേറ്റ്സ് എന്താണെന്ന് നോക്കാം. അഗ്രിഗേറ്റ് ഈസ് എ കളക്റ്റീവ് ടേം ഫോർ ദ മിനറൽ മെറ്റീരിയൽസ് സച്ച് as sand, gravel and crushed stone that are used with a binding medium to form compound materials such as bituminous concrete and Portland cement concrete. പൊതുവെ സാൻഡ്, ഗ്രേവൽ, ക്രഷ്ഡ് സ്റ്റോൺ ഇവ എല്ലാത്തിനും കൂടി ഒന്നിച്ച് നമ്മൾ പറയുന്ന പേരാണ് അഗ്രിഗേറ്റ്സ്. കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന ടൈമിലും അതുപോലെ ബിറ്റുമിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് അഗ്രിഗേറ്റ് മിക്സ് ചെയ്ത് കോമ്പൗണ്ട് മെറ്റീരിയൽസ് ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ബൈ വോളിയം, അഗ്രിഗേറ്റ് ജനറലി അക്കൗണ്ട്സ് ഫോർ 92 to 96% ഓഫ് ബിറ്റുമിനസ് കോൺക്രീറ്റ് ആൻഡ് അബൌട്ട് 70 to 80% ഓഫ് Portland cement concrete. Aggregate is also used for base and sub-base courses for both flexible and rigid pavements. Aggregates can either be natural or manufactured. അഗ്രിഗേറ്റ് എന്ന് പറയുന്ന പേയ്മെൻറ്റ് മെറ്റീരിയലിനെ ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഒന്നുകിൽ പേയ്മെൻറ്റിനാണെങ്കിലും കോൺക്രീറ്റിലാണെങ്കിലും നമുക്കെപ്പോഴും അഗ്രിഗേറ്റ് ആവശ്യമാണ്. അഗ്രിഗേറ്റ് ഇല്ലാതെ കോൺക്രീറ്റ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കില്ല. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കുറച്ച് ടൈപ്പ് അഗ്രിഗേറ്റ് ആണ്. ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും ഉണ്ട് നമ്മൾ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. അതുപോലെ ഇവിടെയും ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും ഉണ്ട്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കുറച്ച് ടൈപ്പ് അഗ്രിഗേറ്റ്സ് ആണ്. നൗ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ ഏതൊരു മെറ്റീരിയൽ എടുത്താലും ആ ഒരു മെറ്റീരിയലിന് കുറച്ച് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഒരു പേയ്മെൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ വരുന്ന വീൽ ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പാകത്തിനുള്ള പേയ്മെൻ്റ് ആയിരിക്കണം. അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റിനും അതുപോലെ കുറച്ചുകൂടി ലോഡിനെ നല്ല ലോഡ് എടുക്കാൻ പാകത്തിനുള്ള പ്രോപ്പർട്ടീസ് ഈ അഗ്രിഗേറ്റിന് ഉണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ റോഡ് വളരെ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവും. അപ്പോൾ അതിൽ കുറച്ച് ഡിസൈറബിൾ പ്രോപ്പർട്ടീസാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, സ്ട്രെങ്ത്. മെയിനായിട്ട് ഒരു വെഹിക്കിൾ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ഇമ്പാക്റ്റ് ലോഡ് ഉണ്ടാവും, വീൽ ലോഡ്, ക്രഷിങ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ ഫ്രിക്ഷൻ കൊണ്ടുണ്ടാവുന്ന വിയർ ആൻഡ് ടിയർ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള ലോഡെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പാകത്തിന് സ്ട്രെങ്ത്ത് ഈ അഗ്രിഗേറ്റിന് ഉണ്ടായിരിക്കണം. ദ അഗ്രിഗേറ്റ് യൂസ്ഡ് ഇൻ ടോപ്പ് ലെയേഴ്സ് ആർ സബ്ജക്റ്റഡ് ടു സ്ട്രെസ് ആക്ഷൻ ഡ്യൂ ടു ട്രാഫിക് വീൽ ലോഡ്, വിയർ ആൻഡ് ടിയർ, ക്രഷിംഗ്. ഫോർ എ ഹൈ ക്വാണ്ടിറ്റി പേയ്മെൻറ്റ്, ദ aggregate should possess high resistance to crushing and to withstand the stresses due to traffic wheel load. Next one, hardness. Aggregates used in surface course are subjected to constant rubbing or abrasion due to moving traffic. The aggregate should be hard enough to resist the abrasive action caused by the movement of traffic. The abrasive action is severe when steel-tired vehicle moves over the aggregates exposed at top surface. അബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേയ്മാനം എന്നൊക്കെ പറയാം. ഇപ്പോൾ വെഹിക്കിൾ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന റബ്ബിങ് കൊണ്ട്, കോൺസ്റ്റൻറ്റ് റബ്ബിങ് കൊണ്ട് അല്ലെങ്കിൽ അബ്രേഷൻ കൊണ്ട് ആ അഗ്രിഗേറ്റിന് ഉണ്ടാകുന്ന ആ ഒരു തേയ്മാനത്തെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പാകത്തിനുള്ള ഹാർഡ്നെസ് ഈ ഒരു അഗ്രിഗേറ്റിന് ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ടഫ്നെസ്.
resistance of the aggregates to impact is termed as toughness. Aggregates used in the pavement should be able to resist the effect caused by jumping of steel-tired wheels from one particle to another at different levels causes severe impact on the aggregate. Aggregate should be tough to withstand the impact. Okay. Next one, shape of aggregate. നമ്മൾ കുറച്ച് മെറ്റൽ എടുക്കുകയാണെങ്കിൽ അതിൽ പല ടൈപ്പ് അഗ്രിഗേറ്റ് നമുക്ക് കാണാൻ പറ്റും. പല ടൈപ്പ് മെറ്റൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ചിലത് റൗണ്ട് ഷേപ്പ് ഉണ്ടാവും, ചിലത് കുറച്ച് നീളമുള്ള ടൈപ്പ് ഇലോങ്ങേറ്റഡ് ഉണ്ടാവും. ഇലോങ്ങേറ്റഡ് ആണെങ്കിൽ തന്നെ ഭയങ്കര സ്ലൈസ് ആയിട്ടുള്ള ടൈപ്പ് ഉണ്ടാവും, ട്രയാങ്കുലർ ഷേപ്പ് ഉണ്ടാവും. ഇപ്പോൾ പല ടൈപ്പ് അഗ്രിഗേറ്റ് മെറ്റലിൽ തന്നെ നമുക്ക് കുറച്ച് മെറ്റൽ എടുത്താൽ അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഒരുപാട് നീണ്ടതും ഒരുപാട് സ്ലൈസ് ആയിട്ടുള്ളതുമായിട്ടുള്ള അഗ്രിഗേറ്റിന് സ്ട്രെങ്ത് കുറവായിരിക്കും. അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും, ക്രഷായി പോവും. സോ അത് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അഗ്രിഗേറ്റ്സ് വിച്ച് happen to fall in a particular size range may have rounded, cubical, angular, flaky or elongated particles. It is evident that the flaky and elongated particles will have less strength and durability when compared with cubical, angular or rounded particles of same aggregate. Hence, too flaky and too much elongated aggregates should be avoided as far as possible. Next one, addition with bitumen. ഈ ഒരു അഗ്രിഗേറ്റ് വാട്ടറുമായിട്ടായിരിക്കരുത് കൂടുതലായിട്ട് അഡെയർ ചെയ്ത് നിൽക്കേണ്ടത്. പകരം ബിറ്റുമിനായിട്ടായിരിക്കണം കുറച്ചും കൂടി ഇതിന് പ്രോപ്പർട്ടീസ് കാണിക്കേണ്ടത്. സോ ദ അഗ്രിഗേറ്റ് യൂസ്ഡ് ഇൻ ബിറ്റുമിനസ് പേയ്മെൻറ്റ്സ് ഷുഡ് ഹാവ് ലെസ് അഫിനിറ്റി വിത്ത് വാട്ടർ when compared with bituminous material. Otherwise, the bituminous coating on the aggregate will be stripped in presence of water. Next one, durability. The property of aggregates to withstand adverse action of weather is called soundness. The aggregates are subjected to physical and chemical action of rain and bottom water, impurities therein, and that of atmosphere. Hence, it is desirable that the road aggregates used in the construction should be sound enough to withstand the weathering action. വെതറിങ് ആക്ഷൻ കൊണ്ട് ഈ ഒരു അഗ്രിഗേറ്റിന് തേയ്മാനോ ക്രഷിങ്ങോ അല്ലെങ്കിൽ ഡാമേജോ ഒന്നും വരാൻ പാടില്ല. സോ ആ വെതറിങ് ആക്ഷൻ്റെ വെതർ കൊണ്ടുണ്ടാകുന്ന അഡ്വേഴ്സ് ആക്ഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു അഗ്രിഗേറ്റിൻ്റെ പവറിനെയാണ് നമ്മൾ സൗണ്ട്നെസ് എന്ന് പറയുക. അപ്പോൾ ഒരു അഗ്രിഗേറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് അത് സൗണ്ട് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഈ വെതറിങ് ആക്ഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ അത് കേപ്പബിൾ ആയിരിക്കണം എന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അഗ്രിഗേറ്റിൻ്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ്. പേയ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റിൻ്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് വൺ, അഗ്രിഗേറ്റ് ടെസ്റ്റ്. സോയിൽ സബ്ഗ്രേഡ് പറഞ്ഞ സമയത്ത് കുറച്ച് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ അഗ്രിഗേറ്റിലും കുറച്ച് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാനുണ്ട്. ഈ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എല്ലാം അഗ്രിഗേറ്റിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് എല്ലാം ചെയ്യുന്നത്. ഈ ടെസ്റ്റിലെല്ലാം ഒരു ഡിസൈറബിൾ വാല്യൂ ഉണ്ട്. ആ വാല്യൂ അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രമേ ആ അഗ്രിഗേറ്റ് ആ പേയ്മെൻറ്റിന് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കൂ. ഓക്കെ, ഇൻ ഓർഡർ ടു ഡിസൈഡ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ അഗ്രിഗേറ്റ് ഫോർ യൂസ് ഇൻ പേയ്മെൻറ്റ് കൺസ്ട്രക്ഷൻ ഫോളോയിങ് ടെസ്റ്റ് ആർ ക്യാരിഡ് ഔട്ട്: ക്രഷിംഗ് ടെസ്റ്റ്, abrasion test, impact test, soundness test, shape test, specific gravity and water absorption test, bitumen addition test. First one is crushing test. One of the model in which pavement material can fail is by crushing under compressive stress. A test is standardized by IS 2386 Part 4 and used to determine the crushing strength of aggregates. The aggregate crushing value provides a relative measure of resistance to crushing and a gradually applied crushing load.
നമ്മുടെ പേയ്മെൻറ്റിൽ വരുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി അപ്ലൈ ചെയ്യുന്ന വീൽ ലോഡാണ്. ഇമ്പാക്റ്റ് ലോഡ് ഉണ്ട്. അത് കൂടാതെ പല തവണകളായിട്ട് വെഹിക്കിൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സും വിയർ ആൻഡ് എയറും എല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഈ ഒരു അഗ്രിഗേറ്റ് കേപ്പബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രഷിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് IS 2386 പാർട്ട് 4 ഒരു ടെസ്റ്റ് തന്നെ അവർ സ്റ്റാൻഡർഡൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ ആ ടെസ്റ്റ് പാസ്സായതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു മെറ്റീരിയലിനെ, ഈ ഒരു അഗ്രിഗേറ്റിനെ പേയ്മെൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്റ്റ്, അഗ്രിഗേറ്റിൻ്റെ ക്രഷിംഗ് വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ഇതാണ്. അപ്പോൾ ഇതിൽ ഗ്രാജുവലായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യേണ്ട സ്പെസിമെൻ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഗ്രാജുവലായിട്ട് നമ്മൾ കംപ്രസീവ് സ്ട്രെസ് കൊടുക്കും. ആ കംപ്രസീവ് സ്ട്രെസ്സിൽ എത്രത്തോളം അഗ്രിഗേറ്റ് ക്രഷായി, ആ ക്രഷായ അഗ്രിഗേറ്റിൻ്റെ പെർസെൻറ്റേജും റിമെയിൻ ചെയ്യുന്ന ക്രഷ് ആവാത്ത അഗ്രിഗേറ്റിൻ്റെ, അതായത് നമ്മൾ സീവ് ചെയ്തിട്ടാണ് പിന്നീട് എടുക്കുക. സീവ് ചെയ്തെടുക്കുമ്പം ക്രഷ് എത്ര ഫൈനായിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, ഇത്ര സീവിലൂടെ പാസ് ചെയ്ത് പോയിട്ടുള്ള പാർട്ടിക്കിൾസ് എത്രയാണ്, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, അതൊരു പെർസെൻറ്റേജിൽ കൂടാൻ പാടില്ല. ഈ IS 2386 പാർട്ട് 4 അതിൽ പറയുന്ന ഒരു പെർസെൻറ്റേജ് ഉണ്ട്, പെർമിസിബിൾ ആയിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. അതിൽ കൂടുതൽ ആണ് ഈ ഒരു അഗ്രിഗേറ്റിൻ്റെ ക്രഷിംഗ് വാല്യൂ എങ്കിൽ നമുക്ക് ഈ അഗ്രിഗേറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് അപ്പോൾ അപ്പാരറ്റസ്. നെക്സ്റ്റ് വൺ, അബ്രേഷൻ ടെസ്റ്റ്. Abrasion test is carried out to test the hardness property of the aggregate and to decide whether they are suitable for different pavement construction work. Los Angeles abrasion test is a preferred one for carrying out the hardness properties and has been standardized in India. The principle of Los Angeles abrasion test is to find the percentage wear due to relative rubbing action between the aggregate and steel balls used as abrasive charge. വിയർ ആൻഡ് ടിയർ കൊണ്ട് ഉണ്ടാകുന്ന തേയ്മാനം എത്രത്തോളം ആണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അബ്രേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് പേയ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റിന് അബ്രേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ അബ്രേഷൻ ഇനി സംഭവിച്ചാലും ഒരു പെർസെൻറ്റേജിൽ കൂടാതിരുന്നെങ്കിൽ മാത്രമേ ആ റോഡിന് ഡാമേജ് വരാതിരിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ അഗ്രിഗേറ്റിൻ്റെ അബ്രേഷൻ വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ അഗ്രിഗേറ്റ് ഈ ഒരു പേയ്മെൻറ്റിന് സ്യൂട്ടബിൾ ആണോ എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്. അപ്പോൾ ലോസ് ഏഞ്ചലസ് അബ്രേഷൻ ടെസ്റ്റ് എന്നാണ് അബ്രേഷൻ ടെസ്റ്റിൻ്റെ പേര്. IS 2386 പാർട്ട് 4 ഈ ഒരു അബ്രേഷൻ ടെസ്റ്റിനുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ പറയുന്നുണ്ട്. അപ്പോൾ ഷോർട്ടായിട്ട് ഞാനൊന്ന് പറയാം. നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റിൻ്റെ കൂടെ കുറച്ച് സ്റ്റീൽ ബോളും കൂടി ഇട്ടിട്ട്, ഈ അപ്പാരറ്റസ് നിങ്ങൾ കണ്ടോ, ഇതാണ് ലോസ് ഏഞ്ചലസ് അബ്രേഷൻ ടെസ്റ്റ് ചെയ്യുന്ന അപ്പാരറ്റസ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് ആവശ്യമുള്ള അവരെ പറയുന്ന സ്റ്റാൻഡേർഡ് വാല്യൂ അഗ്രിഗേറ്റ് നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം കുറച്ച് സ്റ്റീൽ ബോൾസ് ഇതിനകത്ത് ഇട്ടിട്ട്, സ്റ്റാൻഡേർഡ് സ്റ്റീൽ ബോൾസ് ഉണ്ട്, അതിട്ടിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യിക്കും. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റീൽ ബോളും ഈ ഒരു അഗ്രിഗേറ്റും തമ്മിൽ വിയർ ആൻഡ് ടിയർ ഉണ്ടായിട്ട് എത്രത്തോളം കിട്ടുന്ന, നമുക്ക് റൊട്ടേഷനൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന മെറ്റീരിയലിനെ നമ്മൾ സീവ് ചെയ്തെടുത്ത് ഇത്ര പെർസെൻറ്റേജിൽ പാസ് ചെയ്ത്, ഇന്ന സീവിലൂടെ പാസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇത്ര പെർസെൻറ്റേജ്, ഇന്ന സീവിൽ റിട്ടേൺ ചെയ്യുന്ന മെറ്റീരിയൽ ഇത്ര പെർസെൻറ്റേജ് എന്ന് ഒരു വാല്യൂ ഉണ്ട്. അത് കണ്ടുപിടിച്ചതിന് ശേഷം ആ വാല്യൂവിനനുസരിച്ചാണ് നമ്മൾ അബ്രേഷൻ എത്രയെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ആ അബ്രേഷൻ നമ്മുടെ കോഡ് സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ, ആ അഗ്രിഗേറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നിങ്ങൾക്ക് ലാബിൽ ഈ വർക്കെല്ലാം ചെയ്യിപ്പിക്കും. നെക്സ്റ്റ് വൺ, ഇമ്പാക്ട് ടെസ്റ്റ്. ദ അഗ്രിഗേറ്റ് ഇമ്പാക്ട് ടെസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ഇവാലുവേറ്റ് the resistance to impact of aggregates to be used for wearing course. The impact value shouldn't exceed 30%. For bituminous macadam, the maximum permissible value is 35%. For waterbound macadam base courses, the maximum permissible value defined by IRC is 40%. ഒരു വെഹിക്കിളിൻ്റെ ലോഡ് അതിൻ്റെ വീലിലൂടെയാണ് പേയ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ വീല് പേയ്മെൻറ്റിൽ ടച്ച് ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഒരു ഏരിയ മാത്രം. കോണ്ടാക്റ്റ് ഏരിയ
അത്ര കുറഞ്ഞ കോണ്ടാക്റ്റ് ഏരിയയിൽ ഒരു വലിയ ലോഡ് വന്ന് നമ്മുടെ വെഹിക്കിളിലേക്ക് അല്ല നമ്മുടെ പേയ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് കൊണ്ട് ആ ലോഡിനെ നമുക്ക് കുറഞ്ഞ ഏരിയയിൽ വലിയ ലോഡായതുകൊണ്ട് നമുക്കതിനൊരു ഇമ്പാക്റ്റ് ലോഡാണെന്ന് പറയാം. അപ്പോൾ എത്രത്തോളം ഇമ്പാക്റ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് ഈ ഒരു അഗ്രിഗേറ്റിനുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇമ്പാക്റ്റ് ടെസ്റ്റ്. അപ്പോൾ ഇമ്പാക്റ്റ് ടെസ്റ്റിനനുസരിച്ച് ഇമ്പാക്റ്റ് ടെസ്റ്റിൻ്റെ വാല്യൂ ഇവർ പറയുന്നുണ്ട്, ഇത്രയും പെർസെൻറ്റേജിൽ കൂടാൻ പാടില്ല. അങ്ങനെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ 30%-നേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല ഫോർ വിയറിംഗ് കോഴ്സ്. അപ്പോൾ അത് നമുക്ക് വിയറിംഗ് കോഴ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. 30-നേക്കാളും കുറച്ച് കൂടുതലാണ്, ഒരു 31 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി താഴെ പറഞ്ഞിരിക്കുന്ന രണ്ട് ഒരു സിറ്റുവേഷനിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അതുപോലെ നമുക്ക് കോഡ് സ്പെസിഫൈ ചെയ്യുന്ന രീതിക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് അതിന് താങ്ങാൻ പറ്റുമോ അതിനനുസരിച്ച് നമുക്ക് അഗ്രിഗേറ്റ് അവിടെ യൂസ് ചെയ്യാം. ഇതാണ് ഇമ്പാക്റ്റ് ടെസ്റ്റിംഗ് മെഷീൻ. നെക്സ്റ്റ് വൺ സൗണ്ട്നെസ് ടെസ്റ്റ്. സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ വെതറിംഗ് ആക്ഷനോടുള്ള റെസിസ്റ്റൻസ് ആണെന്ന് നേരത്തെ പറഞ്ഞു. സോ soundness test is intended to study the resistance of aggregates to weathering action by conducting accelerated weathering test cycles. The porous aggregates subjected to freezing and thawing are likely to disintegrate prematurely. To ascertain the durability of such aggregate, they are subjected to an accelerated soundness test as specified in IS 2386 Part 5. മറ്റ് രണ്ടെണ്ണം IS 2386 Part 4 ഇത് IS 2386 Part 5 ഇതിനൊരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പറയുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഈ അഗ്രിഗേറ്റ്സിനെ ഫ്രീസിങ്ങിനും തോയിങ്ങിനും വിധേയമാക്കിയതിന് ശേഷം ആ ഒരു മെറ്റീരിയൽ അത്രത്തോളം സൗണ്ട് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഷേപ്പ് ടെസ്റ്റ്. The particle shape of aggregate mass is determined by the percentage of flaky and elongated particles in it. Aggregates which are flaky or elongated are detrimental to higher workability and stability of mixes. ഇതാണ് അഗ്രിഗേറ്റിൻ്റെ ഇലോങ്ങേഷൻ ഇൻഡെക്സും ഫ്ലേക്കിനെസ് ഇൻഡെക്സും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പാരറ്റസ്. അഗ്രിഗേറ്റ് എത്രത്തോളം ഫ്ലേക്കിയാണ്, ഒരു ലംസം എമൗണ്ട് അഗ്രിഗേറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം ഫ്ലേക്കി അഗ്രിഗേറ്റ് ഉണ്ട്, എത്രത്തോളം ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും ആ ഒരു അഗ്രിഗേറ്റിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത്. അതായത് കുറച്ച് അഗ്രിഗേറ്റ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഇത്ര പെർസെൻറ്റേജ് ഇലോങ്ങേറ്റഡ് ആണ്, ഇത്ര പെർസെൻറ്റേജ് ഫ്ലേക്കി ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും എത്രത്തോളം ആയിരിക്കും ബാക്കി എടുത്ത് നമ്മൾ ഈ സ്പെസിമെൻ എടുത്ത അത്രയും അഗ്രിഗേറ്റിൽ ബാക്കിയെല്ലാം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. സോ ആ എടുത്ത സ്പെസിമെനിൽ എത്രത്തോളം ഇലോങ്ങേറ്റഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ ഫ്ലേക്കി പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മളത് ഈ ഒരു പേയ്മെൻറ്റിന് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. The flakiness index is defined as the percentage by weight of aggregate particles whose least dimension is less than 0.6 times their mean size. Test procedure had been standardized in India. Then the elongation index of an aggregate is defined as the percentage by weight of particles whose greatest dimension is 1.8 times their mean dimension. This test is applicable to aggregates larger than 6.3 mm. This test is also specified in IS 2386 Part 1. അപ്പോൾ ഫ്ലേക്കിനെസ് ഇൻഡെക്സും ഇലോങ്ങേഷൻ ഇൻഡെക്സും എന്താണെന്നുള്ളത് നിങ്ങൾ ആ ഒരു ഡെഫിനേഷൻ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് IS 2386 Part 1 പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് വാട്ടർ അബ്സോർപ്ഷൻ. ദ സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് അഗ്രിഗേറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ദ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് ആൻഡ് ബിറ്റുമിനസ് മിക്സസ്. അപ്പോൾ അഗ്രിഗേറ്റിൻ്റെ പ്രോപ്പർട്ടിയും ടൈപ്പ് ഓഫ് ടെസ്റ്റ്, അത് ചെയ്യുന്ന മെത്തേഡ് സ്പെസിഫൈ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ്, ഇത് മൂന്നുമാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇത് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെ ടെസ്റ്റാണ്, ഏതൊക്കെ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, അത് സ്പെസിഫൈ ചെയ്യുന്ന കോഡ് ഏതാണ്, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പേയ്മെൻറ്റ് മെറ്റീരിയൽസിൽ, ഹൈവേ മെറ്റീരിയൽസിൽ അഗ്രിഗേറ്റ് എന്ന ആ ഒരു മെറ്റീരിയലിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഡിസൈറബിൾ പ്രോപ്പർട്ടീസ്, എന്താണ് അഗ്രിഗേറ്റ്, പിന്നെ
അഗ്രിഗേറ്റിൽ ചെയ്യാവുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, ഓക്കെ, അതിൻ്റെ അപ്പാരറ്റസിൻ്റെ ഫിഗർ, അത് ഒരു ചെറിയ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് കേൾക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.